പുഴക്കാട്ടിരി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. MK തങ്ങൾ, ഫഹ്മിദ ബീവി അല്ലേ, ഡോക്ടർ അബ്ദുള്ള MK. നിങ്ങളെ ഒരു ഹോസ്പിറ്റലിന്റെ സ്പെഷ്യാലിറ്റി മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നും എൻ്റർലി ഡിഫറെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ സ്പെഷ്യാലിറ്റി? അതുപോലെ നിങ്ങൾ രണ്ടുപേർക്കൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരുന്നു. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഫഹ്മിദ ബീവി. ഞാനിവിടെ പുഴക്കാട്ടിരി ആയുർവേദ ഹോസ്പിറ്റലിലെ സ്ത്രീരോഗ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ PMS ആയുർവേദിക് റിസർച്ച് സെന്ററിലെ ക്വാളിറ്റി കൺട്രോളറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. PMS റിസർച്ച് സെന്റർ അല്ലേ, എന്താണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി? ഇവിടെ നമ്മൾ തന്നെ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഔഷധങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നെ അത് 100% വിശ്വാസമാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു ഡൗട്ടും ഇല്ല. മാം, പിന്നെ ലേഡീസിനെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതെ, ഞാൻ മെയിനായിട്ട് സ്ത്രീരോഗമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കുട്ടികളില്ലാത്തവർക്കുള്ള ചികിത്സകളും അതിനുള്ള അഡ്മിറ്റും അതുപോലെ PCOD, തൈറോയിഡ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് പുഴക്കാട്ടിരിയിലെ പോസ്റ്റ്നാറ്റൽ കെയർ ഉണ്ടോ? അതെ, നമുക്കിവിടെ പോസ്റ്റ്നാറ്റൽ കെയർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മങ്കടയിലും പോസ്റ്റ്നാറ്റൽ കെയർ ഇപ്പൊ 1 year ആയിട്ടുണ്ട്. ഇനി പുത്തനാടിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മങ്കട 1 year ആയിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? അഞ്ജല ആയുർഹോം. ഇതില് ഒരു ഡിഫറെന്റ്, ഇപ്പൊ നമുക്ക് ഈ പോസ്റ്റ്നാറ്റൽ കെയർ എവിടെയുണ്ട്, ഓരോ പഞ്ചായത്തില് വേണമെങ്കിൽ അല്ലെങ്കിൽ ഓരോ മുക്കിലും മൂലയിലും ഇപ്പൊ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ തന്നെ നിർമ്മിച്ച മെഡിസിൻസ് ആണ് നമ്മൾ അവിടുത്തെ പേഷ്യൻസിനും അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്നത്. സ്വയം ഇവിടുന്ന് നമ്മുടെ ഫാക്ടറിയിൽ നമ്മുടെ PMS ആയുർവേദിക് റിസർച്ച് സെന്ററിൽ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് ഇവിടെ കുട്ടികളുടെ ചികിത്സക്ക് പ്രത്യേകിച്ച് നമ്മൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പോസ്റ്റ്നാറ്റൽ കെയറിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പിന്നെ കുഞ്ഞിനും അമ്മയ്ക്കും പ്രത്യേകിച്ച് പുറത്തൊരു ചികിത്സക്ക് പോകേണ്ടതായ അവസരം ഇതുവരെ വന്നിട്ടില്ല. മിക്ക അസുഖങ്ങൾക്കും ഇവിടെ തന്നെ ചികിത്സ ഉള്ളതുകൊണ്ടും മരുന്നുള്ളതുകൊണ്ടും അവരിവിടുന്ന് തന്നെ ആ ഡ്യൂറേഷനിൽ ഉള്ള ചികിത്സകളും കഴിഞ്ഞിട്ടാണ് അവരിവിടുന്ന് പുറത്തു പോകുന്നത്. മറ്റേത് ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടേണ്ടതായിട്ട് വരുന്നു. അതിനുകൂടി ഇവിടെ നമുക്ക് പാരമ്പര്യമായിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ചികിത്സ ഉള്ളതുകൊണ്ട് അത് ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ വരുന്നവർക്കൊന്നും പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നില്ല. അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാമെന്നുള്ളതാണ് ഒരു പ്രസവാനന്തര ശേഷമുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കൊടുത്തിട്ട്, അതും പാരമ്പര്യ ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ കൊടുത്തിട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അപസ്മാരമൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ പിന്നെ കരച്ചില്, നെളിച്ചില്, വിരിച്ചില് ഇങ്ങനെ തുടങ്ങിയ അസുഖങ്ങൾ കുട്ടികളിൽ കാണും. അങ്ങനെ വരുമ്പോൾ പിന്നെ സാധാരണഗതിയിൽ വീട്ടിലുള്ളവരും ഒക്കെ ഹോസ്പിറ്റലിലേക്കാണ് പോകുക. അപ്പോൾ അത് പ്രത്യേക ചികിത്സ നമ്മൾ കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ ഈ സംവിധാനം കൂടി ഉള്ളത് കൊണ്ട് അവർക്ക് വേറെ എവിടെ പോകേണ്ടതായി വരുന്നില്ല. അപ്പോൾ ഈ പിന്നെ പുതിയ ആളുകൾ പല ദിക്കുകളിൽ നിന്നൊക്കെ ആയിരിക്കും പോസ്റ്റ്നാറ്റൽ കെയറിലേക്ക് വന്ന് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമ്മളുടെ ഈ കുട്ടികൾ കരച്ചിൽ കാണുമ്പോൾ അവർ പെട്ടെന്ന് എന്താ ചെയ്യുക എന്ന് ചോദിക്കും. പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല, അതിനുള്ള ഇവിടെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റവും കാണുമ്പോൾ അവർ പിന്നെ വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ വന്ന് പെട്ടത് വലിയ സന്തോഷമായി എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് അമ്മയാകുന്നവർക്കൊക്കെ വലിയൊരു ആശങ്കയായിരിക്കും അത്. ഒരു പുതിയൊരു കുഞ്ഞ് വരുമ്പോൾ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ അറിയില്ല, ടെൻഷനായിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടെ ഇവിടുന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇവിടുന്ന് കിട്ടുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും അതിലല്ലേ. പ്രത്യേകിച്ച് എന്താ കരച്ചില്, നെളിച്ചില്, പിരിച്ചില്, മുലകുടിക്കായിക, ഇതൊക്കെ വലിയ കുട്ടികളിൽ കാണുന്ന വലിയ പ്രവണതയാണ്. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, കരഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഒരു ശ്വാസതടസ്സം, അതിനൊക്കെ ഇവിടെ നമുക്ക് പിന്നെ പ്രത്യേകതരം ആയുർവേദ ചികിത്സകൾ, ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന് ചികിത്സ പല സ്ഥലത്തും ലഭ്യമല്ലാത്തതുകൊണ്ടും അത് ആളുകൾക്ക് ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടും പല ദിക്കിലും പോയിട്ട് കുട്ടികൾക്ക് പിന്നീട് അത് ഓട്ടിസത്തിലേക്കും മറ്റൊക്കെ തിരിയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രവണതയ്ക്ക് നമുക്ക് തുടക്കത്തിൽ ചികിത്സിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു പ്രത്യേകതയാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്. കുഞ്ഞാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, ചിലപ്പം അതിനൊരു പരിഹാരം ഒരു മെഡിസിനിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിലൂടെ, ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ മിക്സ് ചെയ്തിട്ട്, ആയുർവേദവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു പാരമ്പര്യ ചികിത്സാ രീതിയിലൂടെ തന്നെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് മറ്റുള്ളിടത്തു നിന്നും അല്ലേ. അപ്പം നിങ്ങൾ പ്രിയപ്പെട്ട ജനങ്ങൾ ഇത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒട്ടും മടിക്കാതെ തന്നെ പുഴക്കാട്ടി ആയുർവേദ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ഡോക്ടർ അബ്ദുള്ള, ഡോക്ടറെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ അബ്ദുള്ള തങ്ങൾ, പുഴക്കാട്ടി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഞാൻ മെയിൻലി വാതരോഗങ്ങൾ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എന്നിവയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഉപ്പാടെ കയ്യിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം തന്നെയാണ് ഞാൻ മുതൽക്കൂട്ടായി കൊണ്ട് നടക്കുന്നത്. ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പോസ്റ്റ്നാറ്റിലും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കേസ് മെയിൻലി നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ട പരിചരണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആയുർവേദത്തിനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ എന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു യുവ ഡോക്ടേഴ്സിനെ പരിചയപ്പെടാനും അതുപോലെ അവരുടെ പാരമ്പര്യത്തിന് ഇവർക്ക് പകർന്നു കൊടുക്കുന്ന അവരുടെ പിതാവിനെയും കൂടെ പരിചയപ്പെടാൻ സാധിച്ച ഈ ഒരു അവസരം ഏറ്റവും ധന്യമായി കാണുന്നു. ഇവരുടെ സേവനം ജനങ്ങളിലേക്ക് എന്നും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ, കുറച്ച് സമയം നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.